വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ കുറച്ച് മുടി ഇടാനായിട്ട് പോകുന്ന സുഹൃത്തുക്കളെ, കുറച്ചധികം ഏറെ തലയിൽ മുടി ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു ത്വര വന്നു. അപ്പോൾ തന്നെ നമ്മൾ ബായിയെ വിളിച്ചൊരു അപ്പോയിൻമെൻ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് സുഹൃത്തുക്കളെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ഒരു 100-110 അത്ര ഇല്ലെങ്കിൽ ഒരു 30-35 സ്പീഡ് നമ്മൾ നേരെ ബായുടെ അടുത്ത് നമ്മൾ ബായ് കാര്യമായിട്ട് ഫോണത്ത് എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ചെന്ന് കയറിയപ്പോഴത്തെ ബായിക്ക് ഫിസ്തമ്മ കൊടുത്ത് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്തമാനം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ബായുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, ബായ് ഞാനൊന്ന് വെട്ടിക്കോട്ടെ, കുറച്ച് മുടിയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ പൊക്കോളാന്ന് പറഞ്ഞു. ആ ബായ് കയറിയിട്ട് ഒരു 1.5-2 മണിക്കൂർ എടുത്ത് കഴിച്ചു. ഒരു മാസം 4-5 മാസത്തെ മുടി ഉണ്ടായിരുന്നത് വെട്ടാനായിട്ട്. എന്തായാലും ഞാൻ അതേ സമയം കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ പാട്ടിടാൻ പറഞ്ഞപ്പോഴത്തേക്കാണ് ബായ് എന്നോട് പറഞ്ഞത്, ബായ് പാട്ടിടാനായിട്ട് ഒരു വഴിയില്ല, സ്പീക്കറൊക്കെ അടിച്ചു. ഞാൻ പറഞ്ഞു ചുമ്മാ കള്ളം പറയില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ ആ കേടായ സ്പീക്കർ ഫുൾ വോളിയത്തിൽ വെച്ച് കേൾപ്പിച്ചു. എൻ്റെ ചെവിക്കലിന് 2 ആപ്പീസിൽ അടിച്ചു പോയി ഗൈസ്. അമ്മാര് വൃത്തിയുടെ സൗണ്ട് ആയിരുന്നു. എന്തൊക്കെ പോയാലും മറ്റേ ബായുടെ വെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ബായ് പോയ വഴിക്ക് ഞാൻ നേരെ നൈസായിട്ട് എൻ്റെ മുടി വെട്ടാനായിട്ട് കയറി കഴിഞ്ഞപ്പോഴേ ബായ് ഞാൻ വീടെടുക്കുന്ന കണ്ടപ്പോഴത്തേക്കാണ് പറഞ്ഞത്, ഞാൻ എന്നാൽ ഇതിനകത്ത് പറയും നിങ്ങളുടെ തലയിൽ മൊത്തം വെള്ളമുടി. നിങ്ങൾ പറയും മനുഷ്യൻ്റെ തലയിൽ കുറച്ച് വെള്ളമുടി വരുന്നത്, അതും ചെറുപ്പകാലത്തിൽ കുറച്ച് വെള്ളമുടി വരുന്നത് വളരെയധികം ഒരു കുറ്റകരമായിട്ടൊരു കാര്യമാണ്. എന്തായാലും ഹിന്ദിയിൽ തന്നെ വളഞ്ഞും പൊളഞ്ഞും നമ്മളെ ഊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഊക്കലൊന്നും നമുക്കൊരു പുത്തരയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരുന്നു. ബായ് എന്തായാലും നല്ല കിഡ്ലോസ് കേട്ടും മുടിയും തട്ടിയൊക്കെ വെട്ടി നല്ല സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് സുന്ദര കുട്ടപ്പനാക്കാൻ പറ്റും. കേട്ടപ്പോൾ അത് കേൾക്കാതെ മതി കടയിരുന്ന കുറേ അധികം ക്രീമുകളും കാര്യങ്ങളൊക്കെ വാരി എൻ്റെ പോകുന്നത് വെച്ച് എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേസ്. എന്തായാലും ഞാൻ കിഡ്ലോസ്കി ആയതാണ് എൻ്റെ വിഷയം. ദേ കേസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾ പറയും എങ്ങനെയാണ് ഞാൻ സുന്ദരനായില്ലേ കേസ്. അപ്പോൾ അവിടുത്തെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ബൈക്ക് ഷീക്കാനും കൊടുത്ത് നമ്മൾ അവിടെ പുറത്തേക്ക് നമ്മൾ നേരെ കടയിലേക്ക് വന്ന് അധികം ഏറെ റോബസ്റ്റ് മേടിക്കേണ്ടി ഞാൻ കടയിൽ കയറുന്നുണ്ട്. നല്ല പഴുത്ത റോബസ്റ്റ് നോക്കി മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന സുഹൃത്തുക്കളെ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.